2 കൊല്ലം മുൻപ് 2024 അമ്പലപ്പുഴ പോലീസിന് ഒരു ഊമക്കത്ത് കിട്ടുന്നു. ആലപ്പുഴ ജില്ലയിലെ മാന്നാർ ഇരമത്തൂരിൽ നിന്ന് 15 വർഷം മുൻപ് കാണാതായ ശ്രീകല എന്ന സ്ത്രീയെ അവരുടെ ഭർത്താവ് അനിൽ കൊലപ്പെടുത്തി കുഴിച്ചിട്ടു എന്നായിരുന്നു ആ ഊമക്കത്തിലെ ഉള്ളടക്കം. കത്തയച്ചിരിക്കുന്നത് മാന്നാറിൽ നിന്നാണ്. അതായത് ഈ സംഭവത്തെക്കുറിച്ച് നാട്ടിൽ പലർക്കും അറിയാം. പോലീസ് അന്വേഷിച്ചപ്പോൾ സംഭവം ശരിയാണ്. ഈ പറയുന്ന സ്ഥലത്തു നിന്ന് 2009 ഒരു സ്ത്രീയെ കാണാതായിട്ടുണ്ട്. ചെന്നിത്തല ഇരമത്തൂർ പായിക്കാട്ട് മീനത്തേതിൽ ശ്രീകല എന്ന സ്ത്രീയെയാണ് കാണാതായിരിക്കുന്നത്. അങ്ങനെ ഊമക്കത്തിന് പിന്നാലെ പോലീസിന്റെ അന്വേഷണം നീങ്ങി. കലയുടെ അയൽക്കാരോടൊക്കെ പോലീസ് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. അങ്ങനെയാണ് പ്രതികളെക്കുറിച്ചുള്ള സൂചന പോലീസിന് കിട്ടിയത്. ചില മദ്യപാന സദസ്സുകളിൽ ഇത് സംസാര വിഷയമായിരുന്നു. വിവരം ചോർന്ന സമയത്ത് അനിൽ വിദേശത്ത് നിന്ന് നാട്ടിലെത്തുകയും കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം തിരിച്ചു പോകുകയും ചെയ്തതായി പോലീസ് കണ്ടെത്തി. ഇതിനിടയിൽ ഭാര്യയെ മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്താൻ ശ്രമിച്ച കേസിൽ പ്രമോദ് എന്നയാൾ പോലീസിന്റെ പിടിയിലായി. ഇയാളെ ചോദ്യം ചെയ്തപ്പോൾ ഊമക്കത്തിലൂടെ കാണാതായെന്ന് ആരോ പോലീസിനെ അറിയിച്ച കലയെക്കുറിച്ചുള്ള ചില സൂചനകളും കിട്ടി. ഇതോടെ പ്രമോദിനെയും സുഹൃത്തുക്കളെയും പോലീസ് നിരീക്ഷണത്തിലാക്കി. കലയെ കൊലപ്പെടുത്തിയെന്ന് ഏകദേശം ഉറപ്പായപ്പോൾ ജൂലൈ 1 പോലീസ് പ്രമോദിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളുമായ ജിനുവിനെയും സോമരാജനെയും സുരേഷിനെയും കസ്റ്റഡിയിലെടുത്തു. അനിലിന്റെ സഹോദരിയുടെ ഭർത്താവായിരുന്നു സോമരാജൻ. ഇവരെ വിശദമായി ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്യലിലാണ് കലയെ കൊലപ്പെടുത്തി മാന്നാറിലുള്ള അനിലിന്റെ വീട്ടിലെ സെപ്റ്റിക് ടാങ്കിൽ കുഴിച്ചുമൂടിയെന്ന് വ്യക്തമായത്. പ്രതികളിൽ ഒരാളായ ജിനു മാത്രമാണ് മൃതദേഹം സെപ്റ്റിക് ടാങ്കിൽ കുഴിച്ചുമൂടിയെന്ന് മൊഴി നൽകിയത്. മറ്റുള്ളവർക്ക് ഇക്കാര്യത്തിൽ വ്യക്തതയില്ലായിരുന്നു. ഈ സമയം അനിൽ ഇസ്രയേലിലായിരുന്നു. അതുകൊണ്ട് തന്നെ അയാളെ ചോദ്യം ചെയ്യാൻ കഴിഞ്ഞതുമില്ല. ചോദ്യം ചെയ്യലിന് ശേഷം പ്രതികളെ ചെങ്ങന്നൂർ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി 6 ദിവസത്തേക്ക് കോടതി ഇവരെ പോലീസ് കസ്റ്റഡിയിൽ വിടുകയും ചെയ്തു. അനിലിനെ 1ാം പ്രതിയും മറ്റു 3 പേരെ 2ഉം 3ഉം 4ഉം പ്രതികളാക്കിയാണ് പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. സുരേഷിനെ പ്രതി ചേർത്തിരുന്നെങ്കിലും പിന്നീട് ഇയാളെ മാപ്പുസാക്ഷിയാക്കി. കേസിൽ നിർണായക വിവരങ്ങൾ പോലീസിനു നൽകിയത് സുരേഷായിരുന്നു. അയാൾ പോലീസിനു നൽകിയ മൊഴി ഇങ്ങനെയായിരുന്നു. 2009 അനിൽ തന്നെ വിളിച്ച് പെരുമ്പുഴ പാലത്തിലെത്താൻ ആവശ്യപ്പെട്ടു. ഇതനുസരിച്ച് താനും സുഹൃത്തുക്കളും കൂടി അവിടെ എത്തി. അപ്പോൾ ഒരു മാരുതി കാറിൽ കലയുടെ മൃതദേഹം ഇരിക്കുന്നത് കണ്ടു. കല മരിച്ചെന്നും അത് അബദ്ധത്തിൽ തൻ്റെ കൈകൊണ്ട് സംഭവിച്ചതാണെന്നും ആരും അറിയാതെ മറവു ചെയ്യാൻ സഹായിക്കണമെന്നും പറഞ്ഞു. എന്നാൽ ഇതിന് കൂട്ടുനിൽക്കാൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് അയാൾ മടങ്ങിപ്പോന്നു. പുറത്ത് ആരോടെങ്കിലും പറഞ്ഞാൽ കൊന്നുകളയുമെന്ന് അനിൽ ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് ഇക്കാര്യം ഇതുവരെ പുറത്തു പറയാതിരുന്നതെന്നുമായിരുന്നു സുരേഷിൻ്റെ മൊഴി. കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതികളെ 3 പേരെയും പോലീസ് 3 സ്റ്റേഷനുകളിലേക്ക് മാറ്റി. ഇതിനിടെ കേസ് പോലീസ് കെട്ടിച്ചമച്ചതാണെന്ന വാദവുമായി അനിലിൻ്റെ അഭിഭാഷകനായ സുരേഷ് മത്തായിയും രംഗത്തെത്തി. ജൂലൈ 2 അനിലിൻ്റെ വീട്ടുവളപ്പിലുള്ള സെപ്റ്റിക് ടാങ്ക് തുറന്ന് പോലീസ് പരിശോധന നടത്തി. ഇലന്തൂർ നരബലി കേസിൽ ഉൾപ്പെടെ പോലീസിനെ സഹായിച്ച സോമനായിരുന്നു സെപ്റ്റിക് ടാങ്കിൽ ഇറങ്ങി പരിശോധിച്ചത്. സെപ്റ്റിക് ടാങ്കിൽ നിന്ന് മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങളെന്ന് സംശയിക്കുന്ന വസ്തുക്കൾ കണ്ടെടുക്കുകയും ചെയ്തു. സെപ്റ്റിക് ടാങ്കിൽ ധാരാളം കെമിക്കൽസ് ഇട്ടിരുന്നതായി കണ്ടെത്തി. കല്ലുകൾ പോലും പൊടിഞ്ഞു പോകാൻ ശേഷിയുള്ളതായിരുന്നു ഈ കെമിക്കൽസ്. സ്ത്രീകൾ മുടിയിലിടുന്ന ക്ലിപ്പും സ്ത്രീകളുടെ അടിവസ്ത്രത്തിൻ്റെ ഇലാസ്റ്റിക്കും ലോക്കറ്റും അസ്ഥിയെന്ന് തോന്നിപ്പിക്കുന്ന ഭാഗങ്ങളും സെപ്റ്റിക് ടാങ്കിൽ നിന്നു കണ്ടുകിട്ടി. അനിലിൻ്റെ ബന്ധുക്കളെ ചോദ്യം ചെയ്തപ്പോൾ അവർക്ക് ഇതേക്കുറിച്ച് ഒന്നും അറിയില്ല എന്നാണ് പറഞ്ഞത്. കലയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടായിരുന്നു. ഇതറിഞ്ഞപ്പോൾ വിദേശത്തായിരുന്ന അനിലിനെ വിവരമറിയിച്ചു. അനിലിനെ വിവരമറിയിച്ചതോടെ കല വീട്ടിൽ നിന്ന് പോയി. അത് കഴിഞ്ഞ് 1.5 വർഷം കഴിഞ്ഞാണ് അനിൽ നാട്ടിലെത്തിയത്. അനിൽ കൊലപാതകം ചെയ്തെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെയായിരുന്നു അനിലിൻ്റെ അച്ഛൻ്റെ പ്രതികരണം. ഇതൊക്കെ നടക്കുമ്പോഴും അമ്മ മരിച്ചിട്ടില്ല എന്നായിരുന്നു കലയുടെ മകൻ മാധ്യമങ്ങളോടും മറ്റും പറഞ്ഞത്. ടെൻഷനാകേണ്ടെന്നും പോലീസിൻ്റെ അന്വേഷണത്തിൽ ഒന്നും കിട്ടില്ലെന്നും അന്വേഷണം തെറ്റായ വഴിക്കാണ് നടക്കുന്നതെന്നും അച്ഛൻ തന്നോട് പറഞ്ഞതായി അവൻ പറഞ്ഞു. ആ വിശ്വാസമായിരുന്നു അവന്. എന്നാൽ കല യാത്ര പറഞ്ഞു പോയതാണെന്നും പാലക്കാടുള്ള സൂരജ് എന്നയാളോടൊപ്പമാണ് ജീവിക്കുന്നതെന്നും പോയതിനു ശേഷം 2 തവണ തങ്ങളെ ഫോണിൽ വിളിച്ചു എന്നുമായിരുന്നു കലയുടെ സഹോദരൻ്റെ ഭാര്യ ശോഭ മാധ്യമങ്ങളോട് പറഞ്ഞത്. കലയും അനിലും തമ്മിൽ തർക്കങ്ങളൊന്നുമില്ലായിരുന്നു എന്ന് കലയുടെ സഹോദരനും പറഞ്ഞു. പിടിയിലായ 3 പ്രതികളെയും ചോദ്യം ചെയ്തപ്പോൾ അവർ പലതരത്തിലുള്ള മൊഴികളാണ് പോലീസിനോട് പറഞ്ഞത്. ഇത് പോലീസിനെ കുഴക്കി. കലയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്നായിരുന്നു അനിലിൻ്റെ സംശയം. ഇതാണ് അയാളെ കൊല ചെയ്യാൻ പ്രേരിപ്പിച്ചത്. കലയെ അനിൽ കാറിൽ കയറ്റിയത് എറണാകുളത്ത് നിന്നായിരുന്നു. അപ്പോൾ അനിൽ മാത്രമാണ് വാടകയ്ക്കെടുത്ത ഈ കാറിൽ ഉണ്ടായിരുന്നത്. വാടകയ്ക്കെടുത്ത കാറിൽ അനിൽ കലയെയും കൂട്ടി കുട്ടനാട്ടിലും കൊച്ചിയിലുമൊക്കെ കറങ്ങി. കുട്ടനാട്ടിലെ ഷാപ്പിൽ നിന്ന് ഭക്ഷണവും കള്ളും കഴിച്ചു. കള്ള് അകത്ത് ചെന്നപ്പോഴേക്കും അവൾ ബോധരഹിതയായി. അതിനുശേഷമാണ് പ്രമോദും ജിനുവും സോമനും കാറിൽ കയറുന്നത്. പിന്നീട് അങ്ങോട്ട് കാർ ഓടിച്ചത് പ്രമോദായിരുന്നു.
തട്ടാരമ്പലം മാന്നാർ റോഡിലുള്ള പെരുമ്പുഴ പാലത്തിൽ വെച്ചാണ് കലയെ ഇവർ കൊലപ്പെടുത്തിയത്. കൊലപാതകം നടത്താനായി ഈ പാലം തിരഞ്ഞെടുത്തതിനും കാരണമുണ്ടായിരുന്നു. അച്ചൻകോവിൽ ആറിന് കുറുകെയുള്ള പാലമാണ് പെരുമ്പുഴ പാലം. പുഴയ്ക്ക് ഏറ്റവും അധികം വീതിയുള്ളതും ഇവിടെ തന്നെയായിരുന്നു. അക്കാലത്ത് വിജനമായൊരു പ്രദേശമായിരുന്നു ഇവിടം. ഈ ഭാഗത്ത് സ്ട്രീറ്റ് ലൈറ്റുകളൊന്നുമില്ലായിരുന്നു. പാലത്തിനടുത്തൊക്കെ കാടും പടലും നിറഞ്ഞിരുന്നു. ആൾത്തിരക്കും വാഹനത്തിരക്കും നന്നേ കുറവ്. ഇതൊക്കെ കൊണ്ടാണ് കൊലയ്ക്കായി പ്രതികൾ ഇവിടം തിരഞ്ഞെടുത്തത്. ഇവർക്ക് വേണമെങ്കിൽ കലയുടെ മൃതദേഹം പുഴയിലേക്ക് തള്ളാമായിരുന്നു. പക്ഷേ കുഴിച്ചു മൂടണമെന്ന് നേരത്തെ തന്നെ ഇവർ പദ്ധതി തയ്യാറാക്കിയിരുന്നു. അനിലിൻ്റെയും ഇരമത്തൂർ മീനത്തേതിൽ ചെല്ലപ്പൻ്റെയും ചന്ദ്രികയുടെയും മകളായ കലയുടെയും പ്രണയ വിവാഹമായിരുന്നു. 20 വയസ്സ് മാത്രമായിരുന്നു അനിലിനോടൊപ്പം ഇറങ്ങിപ്പോകുമ്പോൾ കലയുടെ പ്രായം. +2 കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അവൾക്ക്. അനിലുമായുള്ള വിവാഹത്തിന് കലയുടെ വീട്ടുകാർക്ക് സമ്മതമില്ലെന്ന് പറഞ്ഞപ്പോൾ അയാൾ വന്ന് വിളിച്ചിറക്കിക്കൊണ്ട് പോകുകയായിരുന്നു കലയെ. അനിലിൻ്റെ ബന്ധുക്കളൊക്കെ കൂടി കല്യാണം നടത്തി. ഈ ബന്ധത്തിൽ പിന്നീടൊരു കുട്ടിയുമുണ്ടായി. പിന്നീടാണ് അനിൽ വിദേശത്തേക്ക് പോയത്. രണ്ടുപേരും വ്യത്യസ്ത ജാതിയിൽപ്പെട്ടവരുമായിരുന്നു. കലയെ കല്യാണം കഴിക്കുമ്പോൾ ദക്ഷിണാഫ്രിക്കയിലായിരുന്നു അനിലിന് ജോലി. കല അനിലിനെ വിവാഹം കഴിക്കുന്നതിൽ അവളുടെ വീട്ടുകാർക്ക് സമ്മതമല്ലായിരുന്നു. 2009 കലയെ കാണാതാകുന്നത്. പക്ഷേ വീട്ടുകാരോട് പിണങ്ങിപ്പോയി കല്യാണം കഴിച്ചതുകൊണ്ട് പരാതി കൊടുക്കാൻ അവളുടെ വീട്ടുകാർ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ കലയുടെ തിരോധാനത്തെക്കുറിച്ച് അന്വേഷണവും ഉണ്ടായില്ല. ഇതിനിടെ കല മറ്റൊരാളോടൊപ്പം ഒളിച്ചോടിയെന്ന് നാട്ടിലൊരു വർത്തമാനമുണ്ടായി. പലയിടങ്ങളിലും വെച്ച് കലയെ കണ്ടതായി പലരും പറഞ്ഞു. ഈ കഥകളൊക്കെ നാട്ടിൽ പ്രചരിച്ചതുകൊണ്ട് തന്നെ അവളുടെ വീട്ടുകാർ നാണക്കേട് കാരണം പരാതി കൊടുത്തില്ല. കലയെ കാണാതായതിനു ശേഷം അനിൽ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചു. ഇതിനിടയിൽ അയാൾ മാന്നാറിലുള്ള തൻ്റെ വീട് പുതുക്കിപ്പണിയുകയും ചെയ്തു. പക്ഷേ പഴയ ശുചിമുറി അങ്ങനെ തന്നെ നിലനിർത്തിയിരുന്നു. ഇത് അന്നു തന്നെ നാട്ടുകാരിൽ സംശയമുണ്ടാക്കുകയും ചെയ്തു. കലയെ കൊലപ്പെടുത്താനായി അനിൽ കൊട്ടേഷൻ തന്നിരുന്നതായി കലയുടെ സഹോദരനോട് ഒരാൾ പറഞ്ഞെന്ന് കലയുടെ അമ്മയുടെ സഹോദരി പിന്നീട് വെളിപ്പെടുത്തി. എന്നാൽ അറിയാവുന്ന കുട്ടിയായതുകൊണ്ട് തങ്ങൾ കൊട്ടേഷൻ ഏറ്റെടുത്തില്ലെന്നും സംഘത്തിലുള്ള ഒരാൾ കലയുടെ സഹോദരനോട് പറഞ്ഞത്രേ. കാണാതായ കലയുടെ മൃതദേഹം താൻ കണ്ടിരുന്നുവെന്ന് അയൽവാസിയായ വിനോദ് ഭവനിൽ സോമൻ വെളിപ്പെടുത്തി. അന്ന് കോൺഗ്രസ് പാർട്ടിയുടെ വാർഡ് പ്രസിഡന്റ് കൂടിയായ സോമൻ ഇരമത്തൂരിലെ ഐക്കര ജംഗ്ഷനിൽ ഒരു ചായക്കട നടത്തുകയായിരുന്നു. കൊല്ലത്ത് നിന്നുള്ള പാൽവണ്ടി ഐക്കരയിൽ എത്തുമ്പോൾ രാത്രി 11:30 മണിയാകും. പക്ഷേ അന്ന് പതിവ് സമയമായിട്ടും പാൽവണ്ടി എത്തിയില്ല. അങ്ങനെ പാൽവണ്ടിയും കാത്ത് കടയ്ക്കുള്ളിൽ കിടക്കുകയായിരുന്നു സോമൻ. അപ്പോഴാണ് ആരോ വിളിക്കുന്നതായി സോമന് തോന്നിയത്. അയാൾ പുറത്തിറങ്ങി നോക്കിയപ്പോൾ സുരേഷ് കുമാറാണ്. പിന്നീട് ഈ കേസിൽ മാപ്പുസാക്ഷിയായ ആളാണ് സുരേഷ് കുമാർ. സുരേഷ് കുമാറിനെ കണ്ടപ്പോൾ കാര്യം എന്താണെന്ന് സോമൻ ചോദിച്ചു. ചെറിയൊരു സഹായം ചെയ്യണം എന്ന് മാത്രമാണ് സുരേഷ് കുമാർ സോമനോട് പറഞ്ഞത്. അങ്ങനെ സോമനെയും കൂട്ടി സുരേഷ് കുമാർ പോയത് ചിറ്റമ്പലം ജംഗ്ഷനിലേക്കായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഒരു വെള്ള മാരുതി കാർ കിടപ്പുണ്ട്. പരിസരത്തെങ്ങും ആരുമില്ല. കാറിൻ്റെ പിൻസീറ്റിൽ കലയെ ചാരി ഇരുത്തിയിരിക്കുന്നത് സോമൻ കണ്ടു. പിൻസീറ്റിൽ പ്രതികളിൽ ഒരാളായ ജിനുവും ഡ്രൈവർ സീറ്റിൽ മറ്റൊരു പ്രതിയായ പ്രമോദും മുന്നിലെ ഇടതുവശത്തുള്ള സീറ്റിൽ കലയുടെ ഭർത്താവായ അനിലും ഇരിപ്പുണ്ടായിരുന്നു. കാറിനകത്ത് മൺവെട്ടിയും പിക്കാസും കയറുമൊക്കെ ഉണ്ടായിരുന്നു. ഒരാൾ കാറിന് പുറത്ത് ഇറങ്ങി നിൽപ്പുണ്ടായിരുന്നു. പക്ഷേ ഇരുട്ടായതുകൊണ്ട് അതാരാണെന്ന് സോമന് മനസ്സിലായില്ല. കലയുടെ മൃതദേഹം കുഴിച്ചിടാൻ സഹായിക്കണമെന്നായിരുന്നു അവർ സോമനോട് പറഞ്ഞത്. എന്നാൽ തനിക്കിത് പറ്റില്ലെന്ന് പറഞ്ഞ് സോമൻ തിരിച്ചു പോന്നു. ഇവരെല്ലാവരും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരായതുകൊണ്ട് തന്നെ തലേന്ന് രാത്രി നടന്നതൊന്നും സോമൻ ആരോടും പറഞ്ഞില്ല. പിറ്റേ ദിവസം രാവിലെ ആ മാരുതി കാർ അനിലിൻ്റെ വീട്ടിലിട്ട് കഴുകുന്നത് സോമൻ കണ്ടു. പക്ഷേ പിന്നീട് ഒരിക്കലും ആ കാറ് അയാൾ കണ്ടിട്ടില്ല. കലയെ കൊലപ്പെടുത്തിയതാണെന്നുള്ള നിഗമനത്തിൽ എത്തിയപ്പോൾ തന്നെ പോലീസ് അനിലിൻ്റെ വീട്ടിലെ സെപ്റ്റിക് ടാങ്ക് തുറന്നു പരിശോധിച്ചിരുന്നു. ഈ ദിവസം തന്നെ സോമനെ പോലീസ് മേധാവി മാന്നാർ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയും മൊഴിയെടുക്കുകയും ചെയ്തു. കലയുടെ മൃതദേഹം കുട്ടമ്പേരൂർ മുട്ടേൽ പാലത്തിനു താഴെ മറവു ചെയ്തതായി സുരേഷ് കുമാർ തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും നെഞ്ചിലെ ഭാരം കുറയ്ക്കാനാണ് അയാൾ അത് പറഞ്ഞതെന്നും SNDP യോഗം ശാഖാ പ്രസിഡന്റായിരുന്ന വി മുരളീധരനും പിന്നീട് വെളിപ്പെടുത്തി. ജൂലൈയിൽ ഇസ്രായേലിൽ നിന്ന് അനിലിനെ നാട്ടിലെത്തിക്കാൻ ചെങ്ങന്നൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഓപ്പൺ വാറണ്ട് പുറപ്പെടുവിച്ചു. പബ്ലിക് പ്രോസിക്യൂട്ടർ മുഖേന പോലീസ് അപേക്ഷ സമർപ്പിച്ചിരുന്നു. ഈ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് കോടതി ഓപ്പൺ വാറണ്ട് പുറപ്പെടുവിച്ചത്. ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന അനിലിൻ്റെ പാസ്പോർട്ട് നമ്പരും മേൽവിലാസവും സ്പോൺസറുടെയും കമ്പനിയുടെയും വിശദ വിവരങ്ങളും ഉൾപ്പെടെ വാറണ്ടിൽ ഉണ്ടായിരുന്നു. ഈ വാറണ്ടാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതി കൈമാറിയത്. ഈ സമയത്ത് പുതിയൊരു വാട്സാപ്പ് നമ്പറിൽ നിന്ന് അനിൽ വീട്ടുകാരെ വിളിക്കുന്നതായി പോലീസ് കണ്ടെത്തിയിരുന്നു. അനിൽ ഇസ്രായേലിൽ നിന്ന് മറ്റേതെങ്കിലും രാജ്യത്തേക്ക് കടക്കാതിരിക്കാനായി വീട്ടുകാരെയും ബന്ധുക്കളെയും സമ്മർദ്ദത്തിലാക്കി അയാളെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമവും പോലീസ് നടത്തിക്കൊണ്ടിരുന്നു. കേസിൽ പോലീസിന് ലഭിച്ചത് ദുർബലമായ തെളിവുകളായിരുന്നു. ദൃക്സാക്ഷികളില്ലാത്ത കേസുകളിൽ പോലീസ് പ്രയോഗിക്കുന്ന ലാസ്റ്റ് സീൻ തിയറിയും, അതായത് കൊല്ലപ്പെട്ടയാളെ അവസാനമായി കാണപ്പെട്ട ഇടം, ലാസ്റ്റ് സീൻ തിയറിയും ഈ കേസിൽ കണ്ടെത്താനായില്ല.
കൊല്ലപ്പെട്ടയാളെയും പ്രതിയെയും ഒരുമിച്ച് കണ്ടെന്നും അതിനുശേഷം കൊല്ലപ്പെട്ടയാളെ കണ്ടിട്ടില്ല എന്നുമുള്ള മൊഴി കിട്ടാത്തതും അന്വേഷണത്തിൽ തിരിച്ചടിയായി. സെപ്റ്റിക് ടാങ്കിൽ നിന്ന് കിട്ടിയ തെളിവുകൾ പോലീസ് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. മറ്റു പ്രതികൾ അറിയാതെ കലയുടെ മൃതദേഹം സെപ്റ്റിക് ടാങ്കിൽ നിന്ന് അനിൽ മാറ്റിയോ എന്നുള്ള സംശയവും അന്ന് പോലീസിനുണ്ടായിരുന്നു. പിന്നീടാണ് ഈ സംഭവത്തിൽ വലിയൊരു ട്വിസ്റ്റ് ഉണ്ടായത്. അനിലിൻ്റെ വീട്ടിലെ സെപ്റ്റിക് ടാങ്ക് തുറന്നു നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ മൃതദേഹത്തിൻ്റേതെന്ന് കരുതുന്ന അവശിഷ്ടങ്ങൾ തിരുവനന്തപുരത്തെ രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജിയിൽ പരിശോധനയ്ക്ക് അയച്ചിരുന്നു. എന്നാൽ അവിടെ നടത്തിയ പരിശോധനയിൽ അത് മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ അല്ലെന്നു കണ്ടെത്തി. ഇത് അന്വേഷണ സംഘത്തിൻ്റെ തിരിച്ചടിയായി. അനിലിന് വേണ്ടി റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കണമെങ്കിൽ കേസിൽ കുറ്റപത്രം സമർപ്പിക്കണം. പക്ഷേ രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജിയിൽ നടത്തിയ പരിശോധനാ ഫലം നെഗറ്റീവായതുകൊണ്ട് അതിന് കഴിയുകയുമില്ല. അതുകൊണ്ട് തന്നെ അനിലിനെ നാട്ടിലെത്തിക്കാൻ കഴിയില്ല. അങ്ങനെ മാന്നാർ ശ്രീകല കൊലക്കേസിലെ അന്വേഷണം വഴിമുട്ടി.